ഇപ്പോൾ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു ഒപ്പം ചേരും. ഇടതു നിരീക്ഷകൻ M ജയചന്ദ്രനെയും നിരീക്ഷകനായ പ്രൊഫസർ റോണി കെ ബേബിയെ, കോൺഗ്രസ് നേതാവ് റോണി കെ ബേബിയെയും പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം ശ്രീ RV ബാബു, MEC-7 എന്താണ് എന്ന് കൃത്യമായ വിവരങ്ങൾ കിട്ടിയിട്ടാകുമല്ലോ CPM പോലുള്ളൊരു സംഘടനയുടെ ജില്ലാ സെക്രട്ടറി വന്ന് മൈക്കിന് മുന്നിൽ ഉറക്കെ പറയുന്നത്. നമ്മളപ്പോൾ തന്നെ ആ വാർത്ത നൽകിയിരുന്നു മലക്കം മറിയാനുള്ള സാധ്യതയെക്കുറിച്ച്. പിറ്റേന്ന് മലക്കം മറിച്ചത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാകാം, പേടിച്ചിട്ടാവാം, അല്ലെങ്കിൽ അവർക്ക് വളമിടുന്ന മറ്റൊരു സംഘടന എന്ന നിലയ്ക്കുമാകാം. എന്തുകൊണ്ട് എന്നിട്ടും പോലീസ് ഈ വിഷയത്തിൽ ചെവി കൊടുക്കുന്നില്ല? MEC-7 സംബന്ധിച്ചുള്ള ആരോപണം പൊതുമധ്യത്തിൽ വളരെ ശക്തമായി ഉന്നയിച്ചത് CPM ആണ്. CPM അവിടുത്തെ ജില്ലാ സെക്രട്ടറി ശ്രീ മോഹനാണ്. ഇപ്പൊ CPM-ന് ഈ വിഷയത്തിൽ കൃത്യമായ വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലും മോഹനൻ തന്നെ പറഞ്ഞിട്ടുള്ളത് പോലെ അതിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ അഡ്മിന്മാരാരാണെന്ന് അന്വേഷിക്കപ്പോൾ അവർ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധിക്കപ്പെട്ട സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരാണ്. അവരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അവരെ ഇതിനൊക്കെ സഹായിക്കുന്നതും അവർക്കതിന് നേതൃത്വം കൊടുക്കുന്നതും ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് കൃത്യമായിട്ട് മോഹനൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെറുതെ ആകാശത്തേക്ക് വെച്ച പിടിയല്ല, കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് CPM നേതാവ് അത് പറഞ്ഞത്. അപ്പോ അതിനെതിരായിട്ട് മുസ്ലിം സംഘടനകളുടെ ഭാഗത്ത് നിന്ന് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോൾ പാർട്ടിക്കകത്ത് CPM-നകത്ത് തന്നെ ഈ തരം തീവ്രവാദ സംഘടനകളെ പിന്തുണയ്ക്കുന്ന, പാർട്ടിയെ തന്നെ ഒരു തരത്തിൽ ഹൈജാക്ക് ചെയ്തിട്ടുള്ള ചില ശക്തികളുണ്ട്. അപ്പോ അവരൊക്കെ മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരും കൂടിയാണ്. ഇപ്പൊ മുഹമ്മദ് റിയാസ് ആണ് MEC-7 ന്യായീകരിച്ചുകൊണ്ട് അതിന് മുൻപായിട്ട് പ്രസ്താവന നടത്തിയത്. അപ്പോ അതുപോലുള്ള ആളുകൾ പാർട്ടിക്കകത്ത് ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് മാറുകയും മോഹനന്റെ പ്രസ്താവന അടക്കമുള്ള CPM-ന്റെ ആ നിലപാടിനെ മലക്കം മറിയുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. അപ്പോൾ പാർട്ടിക്കകത്തുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള അല്ലെങ്കിൽ ഇതുപോലുള്ള തീവ്രവാദ ശക്തികളെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകളുടെ സമ്മർദ്ദമാണ് അതിന് കാരണം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ നമ്മുടെ പ്രധാന പ്രശ്നം എന്താ? ഇതിനെ മാധ്യമങ്ങളടക്കം വളരെ വെളുപ്പിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. MEC-7 വെളുപ്പിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. MEC-7 ഒരു ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തമാകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്, ഒരു വ്യായാമ മുറയാണ്. സ്ത്രീകളും വൃദ്ധന്മാരുമാണ് കൂടുതലായിട്ട് പങ്കെടുക്കുന്നത്, യുവാക്കളെക്കാൾ കൂടുതൽ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച് അതിനെ വെളുപ്പിച്ചെടുക്കുന്ന മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനെ അങ്ങനെ ലഘൂകരിച്ച് അതിനെ സിംപ്ലിഫൈ ചെയ്ത് അല്ലെങ്കിൽ അതിനെ വെളുപ്പിച്ചെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നത് ഈ പറയുന്ന സമ്മർദ്ദ ശക്തികളുടെ സ്വാധീനമാണ്. കാരണം ഇവിടെ കേരളത്തിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളെയും വെളുപ്പിച്ചെടുക്കുക എന്നുള്ളത് അജണ്ടയായിട്ട് സ്വീകരിച്ചിട്ടുള്ളത് ഒരുപാട് മാധ്യമങ്ങളുണ്ട്. അവർ പോപ്പുലർ ഫ്രണ്ടിനെ അടക്കം വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കും. ജമാഅത്തെ ഇസ്ലാമി അത്ര വലിയ സംഘടനയാണോ എന്ന് ചോദിക്കും. ജമാഅത്തെ ഇസ്ലാമിക്ക് എന്ത് സ്വാധീനം എന്ന് ചോദിക്കും അവര്. IS റിക്രൂട്ട്മെന്റ് അത്ര വലിയ പ്രശ്നമല്ല, കേരളത്തിൽ അതൊന്നും അത്ര വലിയ കാര്യമല്ല എന്ന് അവർ പറയും. അപ്പൊ ഇങ്ങനെ ഇസ്ലാമിക ഭീകരവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെയൊക്കെ ലഘൂകരിച്ച് അതൊന്നും കേരളത്തിൽ വലിയ പ്രശ്നമല്ല, അതൊക്കെ ഒരു ഇസ്ലാമോഫോബിയയുടെ പ്രചരണമാണ് എന്നുള്ള തരത്തിൽ വ്യാപകമായിട്ട് ഈ തീവ്രവാദ പ്രവർത്തനങ്ങളെയൊക്കെ വെള്ളപൂശിയെടുക്കുന്ന സമീപനം കേരളത്തിലെ പ്രത്യേകിച്ച് പ്രതിപക്ഷവും ഭരണപക്ഷവും അതേപോലെ തന്നെ അവരോടൊപ്പം തന്നെ മാധ്യമങ്ങളും ഒക്കെ സംഘടിതമായിട്ട് ഈ ഇസ്ലാമിക തീവ്രവാദത്തെ വെള്ളപൂശിയെടുക്കുന്നതിന് മുൻപന്തിയിൽ നിൽക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് MEC-7-നെതിരായിട്ടുള്ള അന്വേഷണം കേരള സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനവും നടത്തില്ല. തീവ്രവാദവുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളെയും കേരള പോലീസ് വളരെ ലഘുവായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ കാസർഗോഡ് നിന്ന് അറസ്റ്റ് ചെയ്ത ബംഗ്ലാദേശി പൗരൻ അൽ-ഖ്വയ്ദയുമായിട്ട് ബന്ധപ്പെട്ട അൽ-ഖ്വയ്ദയുടെ സ്ലീപ്പർ സെല്ലിൽ അംഗമായിട്ടുള്ള അയാളെ അറസ്റ്റ് ചെയ്തത് കേരള പോലീസല്ല. അപ്പൊ തീവ്രവാദ കേസുകൾ പലതും കേരള പോലീസല്ല കണ്ടുപിടിക്കുന്നത്, അറസ്റ്റ് ചെയ്യുന്നത് കേരള പോലീസല്ല. കാരണം തീവ്രവാദ കേസുകളുടെ അന്വേഷണം കേരള പോലീസ് മരവിപ്പിച്ചിരിക്കുകയാണ്. ഏത് അന്വേഷണം തുടങ്ങുമ്പോഴും അത് ഇസ്ലാമോഫോബിയ എന്ന ബ്രാൻഡ് അടിച്ചിട്ട് ആ അന്വേഷണങ്ങളെയൊക്കെ നിർവീര്യമാക്കുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഇത് അങ്ങേയറ്റം ഗുരുതരമായ ഒരു സാഹചര്യമാണ്. കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് യഥേഷ്ടം താവളമൊരുക്കി കൊടുക്കുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. അതുകൊണ്ട് MEC-7-നെ കുറിച്ചുള്ള അന്വേഷണം
കേരളത്തിലെ ഏതെങ്കിലും ഏജൻസികൾ നടത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധ്യമല്ല. കേരളത്തിന്റെ അന്തരീക്ഷം അങ്ങനെയാണ്. അതുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശക്തമായിട്ട് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തണം. മെക്സവനെ കുറിച്ച് ഉയർന്നിട്ടുള്ള ആശങ്കകൾ അത് യാഥാർത്ഥ്യമാണോ? ഇപ്പോ നമുക്കറിയാം, NDF എന്ന സംഘടന തുടങ്ങിയത് നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്നുള്ള പേരിലാണ്. പ്രാദേശികമായി തുടങ്ങിയിട്ടുള്ള ഒരു സംഘടനയാണ് പിന്നീട് കേരളം മുഴുവൻ വ്യാപിക്കുന്ന ഒരു വലിയ സംഘടനയായിട്ടും ആ NDF-ഉം മറ്റു പല സംഘടനകളും ചേർന്നിട്ടാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന ഒരു വലിയ സംഘടനയായിട്ട് മാറിയത്. അപ്പൊ അത്തരം സംഘടനകൾ അവരുടെ മുഖങ്ങളായിട്ട് പലപ്പോഴും സേവന പ്രവർത്തനങ്ങൾ ഉണ്ടാകും, വ്യായാമ സംഘടനകൾ ഉണ്ടാകും, പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളായിട്ട് അവർ പ്രത്യക്ഷപ്പെടും, ദുരന്ത മുഖങ്ങളിൽ അവർ സേവനത്തിന്റെ മുഖവുമായിട്ട് പ്രത്യക്ഷപ്പെടും. ഇത്തരം ആളുകളൊക്കെ നിർണായകമായ സന്ദർഭത്തിൽ തീവ്രവാദികളുടെ കൈക്കോടാലികളായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം കേരളത്തിൽ എത്രയോ തവണ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഗൗരവമായിട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഗൗരവമായിട്ടുള്ള ഒരു അന്വേഷണം, കുലങ്കുഷമായ ഒരു അന്വേഷണത്തിലൂടെ ഇത് കണ്ടെത്തുക മാത്രമേ നിവൃത്തിയുള്ളൂ. ശരി, തീവ്രവാദ സംഘടന